ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാബു മൻ, ഒരാളെക്കുറിച്ച് പറയുന്ന ബാബ്. ലാ തഹില്ലു ലഹുൽ മസ്അല, അവനിക്ക് യാചന ഹലാലാവൂല. അതുപോലെ തന്നെ ഒമൻ, ഒരുത്തനെ കുറിച്ച് പറയുന്ന ബാബ്. തഹില്ലു ലഹു, അവനിക്ക് യാചന ഹലാലാവും ചെയ്യും. അപ്പോൾ ചിലർക്ക് വേറെ ആളുടെ എന്തെങ്കിലും ആവശ്യപ്പെടാം, ചിലർക്ക് ആവശ്യപ്പെടാൻ പറ്റൂല. ഈ രണ്ട് വിഭാഗത്തെയും പറഞ്ഞ ബാബ്. അൽ ഫസ്ലുൽ അവ്വൽ ഖബീസത്ത ബിനി മുഖാരിഫിൻ അന്നഹു ഖാൽ ഖാല ഖബീസ് റളിയല്ലാഹു അൻഹു പറയാണ്, തഹമ്മൽതു ഹമാലത്തൻ, ഞാൻ ബാധ്യത ഏറ്റെടുത്തു, ഒരാളുടെ ബാധ്യത ഞാൻ ഏറ്റെടുത്തു. ഫതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ മുത്തനബിൻ്റെ ഹദറത്തിൽ ഞാൻ ചെന്നു. അസ്അലുഹു ഫീഹാ, ആ ബാധ്യതൻ്റെ കാര്യം തങ്ങളോട് ഞാൻ അന്വേഷിച്ചു കൊണ്ട് ചെന്നു. നബിയെ, ഞാൻ കുടുങ്ങി, ഓരോ കുടുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ ആ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞ് ഏറ്റവും ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക ചോദിച്ചു. ഫകാല, തങ്ങൾ പറഞ്ഞ് അക്കയും ഞാൻ അവിടെ ഇരിക്കുക, എത്താ തീർത്തിയെന്നെ സ്വതക്ക സക്കാത്ത് വരുമോ നോക്കട്ടെ. അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ഉമ്മൂറലക്ക, പിന്നെ ഉമ്മൂറുലക്കാന്ന് വെച്ചാൽ നമ്മൾ നിനക്ക് വേണ്ടി കൽപ്പിക്കാം ബിഹ, ആ വരുന്ന സക്കാത്ത് കൊണ്ട്. സക്കാത്ത് വാങ്ങാൻ പറ്റിയ കടത്ത് കുടുങ്ങിക്കാണല്ലോ. സുമ്മക്കാല, പിന്നെ തങ്ങൾ ആ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ വേദ പറഞ്ഞു കൊടുക്കുകയാണ്. യാ കബീസത്ത്, കബീസത്തെ, ഇന്നൽ മസ്അലത്ത, നിശ്ചയമായിട്ടും ഈ യാചന, ലാ തഹില്ലു, അത് ഹലാലല്ല, ഇല്ലാ ലി അഹദി സലാസ, മൂന്നില്ല ഒരാൾക്കല്ലാതെ. മൂന്ന് വിഭാഗം ആൾക്കാർക്ക് എന്ത് പറ്റുള്ളൂ? യാചന പറ്റുള്ളൂ. തഹമ്മല ഹമാലത്തൻ, ഒന്ന് റജുലിൻ റജുല, ഒന്നാമത് റജുലാണ്. ഓന് ഉത്തരവാദിത്വം ഏറ്റെടുത്തു, ബാധ്യത ഏറ്റെടുത്തു. രണ്ടാൾക്ക് അടിപിടിയും കൂടിയപ്പം ആ പ്രശ്നം തീർക്കണമെങ്കിൽ, തർക്കം തീർക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ഒരാൾ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയപ്പം പെട്ടെന്ന് പരിഹാരമാക്കേണ്ടി വന്നപ്പോൾ ഉത്തരവാദിത്വം ഞാൻ ഏറ്റുവാണ്. അങ്ങനെ ഏറ്റെടുത്ത ആൾ ഫഹല്ലത്തുൽ മസ്അലത്തു ഹത്താ യുസീബഹാ, അത് എത്തിക്കുന്നത് വരെയും യാചനവാനിക്ക് ഹലാലാണ്. സുമ്മയും സീക്കു, പിന്നെ പരിപാടി നിർത്തണം. പിന്നെ റജുൽ, രണ്ടാമത്തെ റജുലാണ്. അസാബത്തുഹു ജായിഹത്തുൻ, അവനിക്കൊരു മുസീബത്ത് വന്നോ, ഇടിയൊട്ടിങ്ങാണ്ടോ അല്ലെ ഭൂകമ്പത്തിലൊക്കെ പെട്ടുങ്ങാണ്ടൊക്കെ എന്ത് ചെയ്ത് ഒന്നായിട്ട് തരിപ്പണമായി തകർന്നടിഞ്ഞു പോയി. ഇജ്താഹത്ത് മാലഹു, മുതലിനെ ഒന്നായിട്ട് പാടെ പിഴുതെടുത്തു. ഫഹല്ലത്ത് ലഹുൽ മസ്അല, അവനും യാചന ഹലാലാണ്. ഹത്താ യുസീബ ഖിവാമം മിൻ മഈഷ്, ജീവിക്കാൻ ആവശ്യമായ ഒരു നിലനിൽപ്പിന് എത്തിക്കുന്നത് വരെ, ഒരു സാധാ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലെത്തുന്നത് വരെ ഓൻ എന്ത് ചെയ്യാൻ പറ്റും? യാചിക്കാൻ പറ്റുമെന്ന്. ഓൻ്റെ വീടും അവൻ്റെ കമ്പനിയും ഒക്കെ ഒന്നായി തകർന്നു പോയി. അവസാനം ഓൻ പെണ്ണുകൂട്ടിൽ മാത്രമുണ്ട്, ഉണ്ടാവില്ലേ? അപ്പോൾ പിന്നെ മുന്നോട്ട് പോകണ്ടേ? അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് മുമ്പിൽ ഒരു യാചിക്കേണ്ടി വരും. ഓന് പറ്റും. പിന്നെ അവിടത്തെ നിർത്തണം കേട്ടോ. ഏത് ചിലക്കാർക്ക് ഒരു പണി ഉണ്ടായി അറിയും, എന്നിട്ട് ഒരു അവർ ലീസ്റ്റ് വാങ്ങും, എന്നിട്ട് എന്നോ ശരി ആ സംഗതി മുറാദാസിലായിരിക്കും, പിന്നെയും പിരിച്ചങ്ങനെ നടക്കും. അങ്ങനെ ആകരുത്. ഔകാല, അല്ലെങ്കിൽ മുത്തരബ് ഇങ്ങനെയാണ് പറഞ്ഞത്. സദാദം മിന്നായിഷ് എന്നാണ് പറഞ്ഞത്. ഒരു മാനാക്കാണെങ്കിലും സദാദം മിന്നായിഷ് എന്നാണ് ലഫ്ള് പറഞ്ഞത്. കിവാമെന്നുള്ള സ്ഥാനത്തെ പ്രജലും, മൂന്നാമത്തെ ഒരു മനുഷ്യൻ, നസാബത്തുഹു ഫാക്കത്തുൻ, ദാരിദ്ര്യം വന്നു പോയി, എത്തില്ല. അല്ലാതെ ഇടിറ്റിയോ അല്ലെങ്കിൽ പിന്നെ ഭൂകമ്പവും പൊടിഞ്ഞടിയൊന്നും അല്ല. ഓനില്ല, അടിത്തറ സ്വത്തുമില്ല, കഴിച്ചാൻ പോകാൻ കഴിയുമില്ല, വജിരത്തുമില്ല, ദരിദ്രനാണ്. പിന്നെ കൗമിഹി, അവൻ ജനതയിൽ നിന്ന് നല്ല ബുദ്ധിയുള്ള മൂന്നാളുകൾ, അന്തമുള്ള മൂന്നാളുകൾ സാക്ഷി നിൽക്കുന്നത് വരെ. എന്ത് സാക്ഷിക്കേണ്ടത്? എന്ത് ലക്കത് അസാബത്ത് ഫുലാനം ഫാക്ക, ഇന്നാലിനവനിക്ക് ദാരിദ്ര്യം അണഞ്ഞിട്ടുണ്ട്. മൂന്നാൾക്കാർ സാക്ഷി നിൽക്കണം. രണ്ടാൾ പോരാ, മൂന്നാൾക്കാർ സാക്ഷി വേണം. എന്തിന്? ഓ സാധുവാണ്, അല്ല ഓ ഫക്കീർ തന്നെയാണ്, ഓ സക്കാത്ത് വാങ്ങാൻ അർഹതയുണ്ട് എന്ന് ഒരു മൂന്നാളെങ്കിലും അവനെ പറ്റി പറയണം. ഫഅല്ലത്തുൽ മസ്അല, അവൻ യാചന ഹലാലാണ്. ഹത്താ യുസീബ ഖിവാമം മിൻ ഐഷ്, ജീവിതത്തിൽ നിന്നുള്ള ഒരു നിലനിൽപ്പിനെ ഒറ്റക്കാലം നിൽക്കാനാവുന്നത് വരെ. നമ്മളെ ശൈലി പറഞ്ഞാൽ പിന്നെ ഔകാല സദാദം മിൻ ഐഷ് ഫമാ സിവാഹുന്ന മിൽ മസ്അല, യാചനയിൽ നിന്ന് ഈ മൂന്നും അല്ലാത്തത് കൈവസത്തോ കബീസോ സുഹ്തുൻ, നിഷിദ്ധമാണ് മോനെ. യഅ്കുലുഹാ സ്വാഹിബുഹാ, അതിൻ്റെ സ്വാഹിബ് അത് തിന്നുന്നു. അങ്ങനെ പള്ളയിലേക്ക് തീയാണ് തിന്നുന്നത് എന്നർത്ഥം. ഹറാമാണത്. സുഹ്താ, ഹറാമായ വിധത്തിൽ.
അവൻ കഴിക്കുന്ന ഹറാമായ സമ്പത്താണ് കബീസ, ഈ മൂന്നും അല്ലാത്തത്. അങ്ങനെയാണ്. പിന്നെ റവാഹു മുസ്ലിം. വൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലു റജുലു യസ്അലു നാസ, ചില ആളുകൾ യാചിച്ചുകൊണ്ടിരിക്കും മത്താ യഅതി യൗമുൽ ഖിയാമ, അങ്ങനെ അന്ത്യനാളിലോ വരും, ലൈസ ഫി വജീഹി, അവൻ്റെ മുഖത്തുണ്ടാവില്ല മുസ്അത്തുൽ അമീൻ, മാംസത്തിൻ്റെ ഒരു പീസ് പോലും ഉണ്ടാകുന്നതല്ല. എന്താ കഷ്ണം എന്നറിയാം, എന്താ കാരണം എന്നറിയോ? മുഖത്തെ എല്ല് മാത്രം ഉണ്ടാവുള്ളൂ, മുഖം കെട്ടവനായിട്ട് വരും. കാരണം എന്താ? ഓൻ ദുന്യാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ആൾക്കാർ എന്നെ ഫക്കറെ കണ്ടാലും വേണ്ടില്ല, അയച്ച് കജ്ജിന് മുതലുവാണെന്നതിന് ആൾക്കാരിനെ പറ്റി ഞാൻ പാവാന്ന് വിചാരിച്ചോട്ടെ, അതിനും കുഴപ്പമില്ല, അന്തസ്സൊക്കെ പോയിക്കോട്ടെ, അതിനും കുഴപ്പമില്ല, എനിക്കെന്ത് വേണം? ഇവിടെ അത്യാവശ്യം ജീവിക്കാനൊരു ഒപ്പുണ്ട്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇല്ലായ കാട്ടി, ഇല്ലായി തന്നെ ഫാക്കിറാട്ടോ, ഞാൻ സാധു കാട്ടോ പറഞ്ഞ് എല്ലാവരോടും കായ് ഉണ്ടാക്കി അങ്ങനെ അക്കൗണ്ട് ആക്കി വെക്കും. ഓനെന്ത് ചെയ്യും? നാളെ മസറി വരുമ്പോൾ മുഖത്ത് എല്ല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മാംസത്തിൻ്റെ ഒരു കുഞ്ഞി പീസ് പോലും ഉണ്ടാവില്ല. മുത്തഫഖുൻ അലൈഹി വൻ മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയത്തിലെ താകുണ്ട് കാണ്ട് പെണ്ണാ ചേച്ചണ്ട കേട്ടോ, റളിയല്ലാഹു അൻഹു എന്നല്ല പറഞ്ഞ്. അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുൽഹിഫു ഫിൽ മസ്അല, ചോദിക്കുമ്പോൾ സ്ട്രോങ് ആക്കി ചോദിച്ചരുത്, തിരിങ്ങളെ അല്ല സാധനം നിങ്ങൾ തെറ്റി, നിങ്ങളങ്ങനെ പറയും, നിങ്ങൾ തരും ഇങ്ങനെ മുബാലക ചെയ്ത് എന്ത് ചെയ്തത് ചോദിച്ചരുത്. പിന്നെ ചോദിക്കാൻ പറ്റുമോ ചോദിക്കണേ പറഞ്ഞേ പറഞ്ഞത്, ചോദിക്കാൻ പറ്റുമോ ചോദിക്കണമെന്ന് തന്നെ ഒരു 1000 ഉറുപ്പിക എടുത്ത്, അല്ല നിങ്ങൾക്ക് 1000 എന്നല്ല തരാൻ വയ്ക്കട്ടെ, നിങ്ങൾക്ക് 5000 തന്നെ തരാൻ വയ്ക്കുന്നല്ലാണ്ട് പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യരുത്, ചൊറിഞ്ഞു കൂടരുത്. അള്ളാഹുവാണേ നേരെ ലാ യസ്അലുനി അഹദും മിൻകും ഷൈആ, നിങ്ങളിൽ ഒരാളും എന്നോട് യാചിക്കാൻ വരൂല, അങ്ങനെ അവൻ്റെ യാചന അവനിക്ക് വേണ്ടി പുറത്തേക്ക് ചാടിച്ചു തരും. ഇനി എൻ്റെ വക്കൽ നിന്ന് ഷെയ്ന് ചാടിച്ചു തരും. അങ്ങനത്തെ ഒരാളും തന്നെ ഇല്ല. എങ്ങനെയാണ് ചാടിക്കണത്? വാനലഹു കാരിഹു, എനിക്കത് ഇഷ്ടമുണ്ടായിട്ടല്ല, നിങ്ങൾ ചോദിച്ചുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, തരാൻ പൂതിണ്ടായിട്ടൊന്നുമല്ല, ചോദിച്ചുമ്പോൾ ഇങ്ങനെ തരാതൊക്കെ വിചാരിച്ചു കാണ്ട് കൊടുക്കും. അങ്ങനത്തെ ഒരാളുണ്ടല്ല, അങ്ങനത്തെ ഒരാളും തന്നെ ഇല്ല. അങ്ങനെ ഫിബാറക്ക് ലഹു ഫീഹാ ഫീമാ തയ്തുഹു, കൊടുത്തതില്ലോ അവന് ബർക്കത്ത് ചെയ്യപ്പെടുകയാണ് സംഗതിയും ഇല്ല. അപ്പോൾ എങ്ങനെ വേണം? ചോദിക്കുമ്പോൾ ആ ചോദിക്കപ്പെട്ട ആൾക്ക് റാഹത്തായി തരാവുന്ന കതിര എന്താവും? റവാഹു മുസ്ലിം. വൻ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖുദ അഹദുക്കും ഹബ്ലഹു, നിങ്ങൾ ഒരാൾ കയറെടുക്കലേ, തൻ്റെ മുതുകം പുറത്ത് വിറകിൻ്റെ ഒരു കെട്ട് ചുമന്ന് കൊണ്ടുവരലും, എന്നിട്ട് അവനെ വിൽക്കലും, എന്നിട്ട് അതുകൊണ്ട് അവൻ്റെ മുഖത്തിന് അല്ലാഹു എന്നറിയോ തടഞ്ഞു വെക്കുകയും ചെയ്യും. മറ്റൊരാളുടെ മുമ്പിൽ കൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവന് മുഖം കാണിച്ച് കാണ്ട് യാചിക്കല്ലത്തോട് തടയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പരിപാടി ഖൈറുൻ ലഹു, അതോന് ഖൈറാണ്, മിന്ന യസ്അലന്നാസ, ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ അയതൗഹു ഔ മനഉഹു, ജനങ്ങൾ മുടക്കട്ടെ കൊടുക്കട്ടെ. റവാഹുൽ ബുഖാരി. മനസ്സിലായില്ലേ? വായിച്ചോളി. വൻ ഹക്കീം ബിൻ ഹിസാം അന്നഹു ഖാല സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, നബി എനിക്ക് വല്ലതും തരണം കേട്ടോ പറഞ്ഞു. താൻ ചോദിച്ചപ്പോഴോ ഫഅതാനി, തങ്ങൾക്ക് എനിക്ക് തന്നു. തന്നപ്പോൾ സഅൽതുഹു, പിന്നെയും ചോദിച്ചു, ഫഅതാനി, തങ്ങൾ പിന്നെയും തന്നു. സുമ്മകാലലി, പിന്നെ 3-ാം വട്ടം ചോദിക്കുമ്പോൾ തങ്ങൾ പറയാണ്, ഹക്കീമോ ഇന്ന ഹാദൽ മാല, ഈ മുതൽ എന്ന സാധനത്തിൻ്റെ സ്വഭാവമുണ്ട്, ഹളിറുൻ, അതൊരു പച്ച പിടിച്ച സാധനമാണ്, ഹുൽവിൻ്റെ ഒരു മധുരമുള്ള സാധനമാണ്, ഫമൻ അഖദ ബി സഖാവത്തി നഫ്സിൻ, നല്ല സംതൃപ്തിയുള്ള മനസ്സോടുകൂടി ഒരാളത് അത് പിടിച്ചു കഴിഞ്ഞാൽ, സസന്തോഷം സ്വീകരിച്ചതാണെങ്കിൽ, ബൂരിക ലഹു ഫീഹി, അതിൽ ലോന് ബർക്കത്ത് ചെയ്യപ്പെടും. വമാഖദഹു ബിശറാഫി നഫ്സിൻ, അതേ അവസരത്തിൽ മനസ്സിൻ്റെ എത്തിനോട്ടത്തോടു കൂടി പിടിച്ചതാണെങ്കിൽ, ലം യുബാറക ലഹു ഫീഹി, അതിൽ ലോന് ബർക്കത്ത് ചെയ്യപ്പെടുന്നതല്ല. അവൻ്റെ മനസ്സിൽ ഇതൊന്നുമില്ല, ഇപ്പോൾ കുടുങ്ങിയിട്ട് ചോദിച്ച് വാങ്ങിയേക്കുകയാണ്, ആ നിലക്കാണെങ്കിൽ ഒരു ബർക്കത്തുണ്ടാവും. അല്ലാതെ ഇങ്ങനെ മുതലിനോടുള്ള കമ്പം കൊണ്ട് വാങ്ങിക്കുകയാണെങ്കിലോ ബർക്കത്തുണ്ടാവില്ല. മുതലിനോടുള്ള പേറ് കൊണ്ടാകരുത് സ്വീകരിക്കണത്, പടച്ചോനെ ഇത് അല്ലാതെ ഗതിയിലായിട്ട് വാങ്ങാട്ടോ എന്നുള്ള കുടുങ്ങിയിട്ട് വാങ്ങിയതാവണം. പിന്നെ
വക്കാനാവനാവും കല്ലതി ഒരുത്തനെ പോലെയാകും യക്കുരു വലാഷ്ബോ എത്ര തിന്നാലും പള്ളറിയില്ല, തിന്നാൻ ഇങ്ങനെ കൂട്ടും, പള്ളറിയില്ല. അങ്ങനത്തെ പോലെയാണ് ഏത് ഈ മുതലിൻ്റെ സ്വഭാവം ഉണ്ട്. തീരുമില്ല. 10 കിട്ടുകിൽ 100 മതിയെന്നും 100 കിട്ടുകിൽ ഇങ്ങനെ പോകില്ല, തീരുമല്ലോ. ശാസ്ത്രവും അങ്ങനെ പോകും. അത് എന്ത് ചെയ്യില്ല, അത് തീരൂല. അതിപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആ പരിസരത്തുള്ള 5 സെൻറ്റ് വാങ്ങിയ അയക്ക് ഒരു കുറച്ചുകൂടി പൈസ ഇട്ടീനെങ്കിൽ ആ 20 സെൻറ്റ് കൂടി വാങ്ങിയിനി. അത് അതിനപ്പുറത്തെ തെങ്ങും തോട്ടം ഒന്നായിട്ട് ഇപ്പോൾ ഒരു ഏക്കറുള്ളതിന് വാങ്ങിയിനിയാറ് എത്രത്തോടെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത് തീരൂല. ദുന്യാവിൽ ഈ പൂരം ചെയ്യില്ല, ഇത് തീരൂല. അത് തീർത്തിട്ട് ഒരാൾക്ക് മനുഷ്യൻ കൂടുമില്ല. അല്ലേ? എത്ര കൊല്ലയുടെ ഗൾഫ് പോയത്? ഞാൻ ഒരു 10-25 കൊല്ലമായി ഇടത്തേപ്പ് ഉണ്ടാക്കി. ഞാനിപ്പോൾ പിന്നെ അവിടെ 10 സെൻറ്റ് സ്ഥലം വാങ്ങി, അവിടെ ടൗണിൽ ഒരു ബിൽഡിങ് വാങ്ങി. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. ഇനി വിജ് പോകണ്ടോ? ഒന്നുകൂടി പോകണം. പിന്നെ പോയരാതെ പറ്റും ഉസ്താദേ, ഒന്നുകൂടി പോയരണ്ടേ, എന്തെങ്കിലും ഒറ്റക്കാലം നിൽക്കാൻ എന്തെങ്കിലും വേണ്ടേ? എന്ത് എന്തേ? അപ്പം അങ്ങനെയൊക്കെയാണ് ദുന്യാവിൻ്റെ അവസ്ഥ. അതാണ്. ഇല്ലാത്തവനും വേണം സാധനം, ഉള്ളവനും അടച്ച നമുക്ക് ബുദ്ധി തരട്ടെ. എന്നിട്ട് തങ്ങൾ പറയാണ് വല്യതുല്ലുല്യാ, മേലത്തെ കൈയാണ് ഹൈറും മിനൽ യദി സുഫ്ലാ, താഴത്തെ കൈയിനേക്കാൾ ഹൈറ്. മേലത്തെ കൈയാണ് ഇതിനേക്കാൾ ഹൈറ്, താഴത്തെ കൈയിനേക്കാൾ ഹൈറ്. കൊടുക്കണ കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഹൈറ്. ഈ നേരം തരത്തിൽ കൊടുത്തൊക്കെ കൊടുത്തു. പിന്നെ വല്യതുല്ലുല്യാ, മേലത്തെ കൈ എന്ന് പറഞ്ഞാൽ ഹെൽമുഫിക്ക, കൊടുക്കുന്ന കയ്യാൻ. വലിയതു സുഫ്ല, താഴത്തെ കൈ എന്ന് പറഞ്ഞാൽ യസായില, യാചിക്കുന്ന കയ്യാണ്. നേരത്തെ കൈ പറഞ്ഞാൽ കൊടുക്കണ കൈ, താഴത്തെ കൈ പറഞ്ഞാൽ യാചിക്കണ കൈ. യാചിക്കണോ ഇങ്ങനെ വിളിച്ച, കൊടുക്കണോനോ ഇങ്ങനെ വിളിച്ച, അല്ലേ? സംഭവം തഫക്കല്ലേ. وعن أبي سعيد الخدري رضي الله عنه قال إن أناسا من الأنصار, അൻസാരിപ്പെട്ട കുറച്ച് ആളുകൾ സാലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനോട് യാചിക്കാൻ വേണ്ടി വന്ന്, നബിയെ വല്ലതും തരണട്ടോ പറഞ്ഞു. അപ്പം ഫഅതാഹും, തങ്ങൾക്ക് കൊടുത്തു. ഹത്താ നഫിദമാ ഇൻദഹു, തങ്ങളടുത്തുള്ളൊക്കെ കയ്യോളം കൊടുത്തു. തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. ആരെന്ത് ചോദിച്ചാലും ഉണ്ടത് ഒന്നായിട്ട് കൊടുക്കും. അപ്പോൾ ആയത്ത് വരെ ഇറങ്ങി, വലാത്ത ബസ്തു ആ കുല്ലൽ ബസ്തി എന്നുള്ള ആയത്ത് വരെ ഇറങ്ങി. ആ കാര്യം വീട്ടിൽ വലാത്ത ബസ്തു ആ കുല്ലൽ ബസ്തിന്ന് ഇപ്പോൾ തെക്കുവ മലൂമം മധുമൂമാണ്. ഹദീസ് വിട്ട് വായിച്ചോ? എന്നാൽ പിന്നെ വായിച്ചു. നിങ്ങൾ പറയണ്ട നിങ്ങൾ. അല്ലാ, ഞാൻ വരി വിട്ട. എന്നാ അപ്പം നിങ്ങൾ വായിച്ച് ആ ഹദീസ് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ്. എന്നാ വായിച്ചു. ഇപ്പം ആ ഓതിയില്ലല്ലോ. കാല ഹക്കീമിൻ, ഹക്കീം ഒരാണ് കൊൽത്തു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, റസൂലേ വല്ലദി ബഅസക ബിൽ ഹഖി, ഹക്കുമായിട്ട് തങ്ങളെ ലോകത്തേക്ക് നിയോഗിച്ച അല്ലാഹുവാണ് സത്യം. ലാ അർസഉ അഹദൻ ബഅദക ശൈആ, ഇനി ഒരാൾക്കും ഞാൻ മുതൽ കമ്മിയാക്കൂല, തങ്ങൾക്ക് ബിറക ശൈആ, അല്പം പോലും. ഒരാളെ മുതലും ഞാൻ ചോദിച്ചിട്ട് കമ്മിയാവില്ല. ഒരാളെ കയ്യിലെ മുതലും ഞാൻ വക ചോദിച്ചു കാണ്ടോ എൻ്റെ കയ്യിലെ പൈസ കുറക്കൂല പറഞ്ഞാൽ ഞാൻ ഒരാൾ ചോദിച്ചാൽ പോകില്ല. ഹത്താ ഉഫാരിക ദുനിയാ, ദുന്യാവിനോട് ഞാൻ വിട്ടുപിരിയുന്നത് വരെ എന്ന് ആര് പറഞ്ഞു? ഈ അത് കേട്ടപ്പോൾ ഹക്കീം എന്നവർ പറഞ്ഞു. മുത്തഫഖുൻ അലൈഹി. വഅൻ ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, വഹുവ മിമ്പരി, അപ്പോൾ തങ്ങൾ മിമ്പർമലാണ്. ഓഹോ എതുക്കുറു സ്വതക്കത്ത, തമ്മിൽ തങ്ങൾ ഇങ്ങനെ സ്വതക്കൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മസല, യാചനയെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കുന്നതിൻ്റെയും മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തങ്ങൾ പറഞ്ഞു, അല്യദുല്ലുല്യാ ഹൈറും മിനൽ യദി സുഫ്ലാ, മേലെ കൈ താഴെ കൈയിനേക്കാൾ ഹൈറാൻ. വല്യദുല്ലുല്യാ മുൻഫിക, മേലെ കൈ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ചെലവഴിക്കുന്ന കൈയാണ്. സുഫ്ലാ യസായില, ചോദിക്ക് താഴെ കൈയോട് ഉദ്ദേശിച്ചത് യാചിക്കുന്ന കൈയുമാണ്. മുത്തഫഖുൻ അലൈഹി. അത് റസൂലുള്ളാഹിന്റെ വാക്കുമാകാം, ഈ റിപ്പോർട്ട് ചെയ്ത ഇബ്നു ഉമറിന്റെ വാക്കും ആകാം. ഏത് വല്യദുല്ലുല്യാ എന്ന് അവിടെ കിട്ടുള്ളത്. ഇന്ന ഉനാസം മിനൽ അൻസാരി, അൻസാരി ഇവിടെ കുറച്ച് ആളുകൾ സാലു റസൂലുള്ളാഹി ചോദിച്ചു, ഫഅതാഹു, തങ്ങൾക്ക് കൊടുത്തു. അത്ത നഫിദമായ ഇൻദഹു, തങ്ങളുടെ തീരോളം കൊടുത്തു. പിന്നെ ഫഖാല, തങ്ങൾ പറഞ്ഞു, മായകൂനു ഇന്ദി മിൻ ഹൈരിൻ ഫലൻ അദ്ഖിറഹു അൻകും, എൻ്റെ അടുത്ത് മുതലിൽ നിന്ന് വല്ലതും ഉണ്ടാകുകയാണെങ്കിൽ ഫലൻ അദ്ഖിറഹു അൻകും, നിങ്ങളെ തൊട്ട് ഞാനത് പൂത്തി വെക്കൂല.
എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തരും, എന്ത് ചെയ്യൂല, പൂഴ്ത്തി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. ആരെങ്കിലും യാചനയെ തൊട്ട് ഒഴിഞ്ഞു നിന്നാൽ യാചിക്കാതെ ജീവിക്കാനുള്ള വക അള്ളാഹുവിന് കൊടുക്കും, അള്ളാഹുവിനെ അഫീഫാക്കി മാറ്റും. ഒമൻ യസ്തഗ്നി, ഗിന തേടിയാൽ, ഐശ്വര്യം തേടിയാൽ, യുഗ്നിഹില്ലാഹു, അള്ളാഹുവിനെ ഐശ്വര്യവാനാക്കി മാറ്റും. ഒമൻ യതസബ്ബർ, ഒരാളെ സ്വന്തം തടിയെ ക്ഷമ പരിശീലിപ്പിച്ചാൽ, യുസബ്ബിറുഹുല്ലാഹു, അള്ളാഹുവിനെ ക്ഷമയുള്ളവനാക്കി മാറ്റും. വമാ ഉഴ്ത്തിയ അഹദുൻ നതാഅൻ, ഒരാൾക്കും ഒരു ധർമ്മവും ലോകത്ത് ദുനിയാൻ നൽകപ്പെട്ടിട്ടില്ല. ഖൈറും ഔസഉമാണ്, അങ്ങനെയുള്ള ഒരു ധർമ്മവും ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നൽകപ്പെട്ടിട്ടില്ല. മിനസ്സബർ, ക്ഷമയേക്കാൾ. ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കിട്ടലേതാണ്? ക്ഷമിക്കാനുള്ള കഴിവാകുന്നു. മുത്തഫഖുൻ അലൈഹി. വഅൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുതീനി അല്ലത്താ, നബിതങ്ങളെ എനിക്കൊരു ധർമ്മം തരും. ഫഖൂലു, ഞാൻ പറയും, ആയത്തിഹി അഫ്കറ ഇലൈഹി മിന്നീ, നബിയേ അത് എനിക്കല്ല തരേണ്ടത്, എന്നേക്കാൾ ദരിദ്രന്മാരുണ്ടല്ലോ, ഓൾക്ക് കൊടുത്താളി നബിയേ. ഫഖാല, തങ്ങൾ പറയും, ഹുദ്ഹും, വാങ്ങിക്കോ, പിടിച്ചോ. ഫതമവ്വൽഹു, അല്ലേ, അത് എന്നെ മുതലാക്കിക്കളാ. തസദ്ദഖ് ബിഹി, ഇങ്ങോട്ട് ജങ്ങൾ സ്വതക്ക ചെയ്തളാൻ. അതേ എന്നേക്കളാ ഇല്ലായ്മല്ല, ഒരിക്കൽ കൊടുത്തളി, ആര് അല്ല പിടിച്ചോ, രണ്ടാക്കിയാണ് ഇഞ്ചന് കൊടുത്തളാ. ഫമാ ജാഅക മിൻ ഹാദൽ മാലി, ഈ സമ്പത്തെന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് വല്ലതും നിനക്ക് വന്നാൽ, ഏത് സീൽ വാവ് ഹാലിയാട്ടോ, അന്ത ഖൈറു മുശ്രിഫിൻ, നീ എത്തി നോക്കുന്നവനുമല്ല, വലാ സായിലി, യാചകനുമല്ല, നീ ചോദിച്ചിട്ടുമില്ല, കിട്ടിയെങ്കിൽ വിചാരിച്ചാണ് ചൂളിമാളി നിന്നിട്ടുമില്ല, അങ്ങനെയാണ് കിട്ടിയത് എങ്കിൽ ഫഖുദുഹു, അത് വാങ്ങിക്കോളുണ്ട് പറഞ്ഞു. എന്നെ പിന്നെ വമാ ലാ ഫലാ തുത്ബിഹു നഫ്സക, ഇങ്ങനെയല്ലാത്തത്, എങ്ങനെ ഇങ്ങനെ അല്ലാത്തത്, ഫലാ തുത്ബിഹു നഫ്സക, എൻ്റെ മനസ്സിനെ അതിൻ്റെ പിന്നാലെ നീ കൊണ്ടുപോകണ്ട. അൽ ഫസ്ലു സാനിയൻ സമുറത്ത് ബിൻ ജുൻദുബിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസായിലു, നിശ്ചയമായിട്ടും ഈ യാചനകൾ എന്ന് പറഞ്ഞത്, ഖുദൂഹുൻ, അതിന് മനുഷ്യനെ മുഖം കെടുത്തുന്നതാണ്. ഒരു മനുഷ്യൻ അവൻ്റെ മുഖത്തിനെ ഈ യാചന കൊണ്ട് മാനം കെടുത്തുകയാണ്, കെടുത്തിക്കളയുകയാണ്. ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അബ്കാല വജീഹി, അവൻ്റെ മുഖത്തിനെ ആ നേർക്ക് നേരെ ബാക്കിയാക്കിക്കോട്ടെ. തറക്കഹു, ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ യാചന ഒഴിവാക്കിക്കോട്ടെ. ഇല്ലാ യസ്അല, അവൻ യാചിക്കുകയാണെങ്കിലോ, റജുലു, ഒരാൾ ആരോട് യാചിക്കുകയാണെങ്കിലോ, ഏതാ സുൽത്താനിൻ, ഭരണാധികാരിയോട്, ഭരണാധികാരിൻ്റെയൊക്കെ ഒന്ന് കിട്ടാനുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഔഫി അംരിൻ ലാ യജിദ് മിൻഹു ബുദ്ധൻ, അല്ലെങ്കിൽ കാര്യത്തിൽ യാചിച്ചാലൊഴികെ ആ കാര്യത്തിൽ തൊട്ടൊന്നും കൂടാതെ കഴിയൂല. കുടുങ്ങിയിട്ടുണ്ടല്ലോ, അവസാനം ഗതി മുട്ടുമ്പോൾ ചോദ്യം, അപ്പം ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചോദിക്കും. പിന്നെ റവാഹു അബൂ ദാവൂദ് വതിർമിദി വന്നസായിയോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മാനത്തൊട്ട് റിപ്പോർട്ട് തന്നെ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാലൻ നാസ, ആരെങ്കിലും ജനങ്ങളോട് യാചിക്കാൻ പോയാൽ, വലഹു യഗ്സിൽ, അവനിക്കുണ്ട്, മാ യുഗ്നീഹി, അവനെ ആവശ്യം തീർക്കുന്ന സമ്പത്തോൻ അല്ലാഹ് അതിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ യാചിക്കാൻ പോയാൽ ജാ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ വരുമ്പോൾ മസ്അലതുഹു ഫീ വജ്ഹിഹി, അവൻ്റെ യാചന അവൻ്റെ മുഖത്ത് ഹുമൂസുൻ ഔ ഹുദൂസ്, അതൊരു ഇതാണ്, മുഖം കെടുത്തലാണ്. പിന്നെ അതിൽ ഹുദൂസിൻ്റെ മാനാക്കൊന്നാണ്, ഔ ഹുദൂഹ്, നൂന്ന് വരെ മാനാക്കാം, പ്രകാശം പോയിങ്ങാണ്ട് മുഖം കെട്ട നിലയിലാണ്. ഫീലയാ റസൂലല്ലാ, അപ്പം ചോദിച്ചു, അള്ളാഹിൻ്റെ തിരുതോതരെ, ഒമാ യുഗ്നിഹി, ഈ ആവശ്യം തീർക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? കാല ഹംസൂന ദിർഹമൻ ഔ ഖീമത്തുഹാ മിനദ് ദഹബി, 50 വെള്ളി നാണയമോ അതല്ലെങ്കിൽ സ്വർണത്തിൽ നിന്ന് അതിനോട് സമാനമാവുന്ന വിലയുള്ളതോ ആണ്. റവാഹു അബൂ ദാവൂദ് തിർമിദി വന്നസായി വഇബ്നു മാജ വദാരിമിയോ. റളിയല്ലാഹു അൻഹു, സഹൽ റളിയല്ലാഹു റിപ്പോർട്ട് അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സഅല, ആരെങ്കിലും യാചിക്കാൻ പോയാൽ, വ ഇൻദഹു മാ യുഗ്നീഹി, അവൻ്റെ കയ്യിൽ അവന് ആവശ്യം തീർക്കുന്നതോ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടും പിന്നെയും ഈ പരിപാടിക്ക് പോയാൽ, ഫഇന്നമാ യസ്തക്സിറു മിനന്നാർ, അവൻ തീക്കട്ടയിൽ നിന്നാണ് അധികരിപ്പിക്കുന്നത്.
എന്താ ചോദിച്ചു വാങ്ങണത്? തീക്കട്ട. നരകത്തിജ വാങ്ങണത്. ആ കാലൻ നുഫൈലിയോ, നുഫൈലി എന്നവർ പറയാണ്, വഹുവ അഹദ് റുവാത്തിഹി, ഈ നുഫൈലി എന്ന് പറഞ്ഞ ഈ പരമ്പരയിലെ റിപ്പോർട്ടർമാരിൽപ്പെട്ട ഒരാളാട്ടോ. മൂപ്പര് പറയാണ്, ഈ മൗലയിൻ ആഖറ, മറ്റൊരു മൗലയിൽ എന്ത് വമൽ, വേറെ മൗലയിൽ ഈ വിഷയം പറഞ്ഞു കേട്ടോ. വമൽ ഗിന അല്ലദീ ലാ യംബഗി മാഹുൽ മസ്അല, എന്താണ് ഐശ്വര്യം? ഏത് ഐശ്വര്യം? ലാ യംബഗി മാഹുൽ മസ്അല, ആ ഐശ്വര്യം ഉണ്ടായാൽ പിന്നെ യാചിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? കാല, അപ്പോൾ പറഞ്ഞു, ഖദറുമാ യുഗദ്ദിഹി വയുഅശീഹി, പ്രഭാത ഭക്ഷണവും പ്രദോഷ ഭക്ഷണവും നൽകുന്ന കതിറാണ്. രാവിലെ വൈകുന്നേരം തിന്നാൻ വാകണ്ടെങ്കിൽ എന്തേ ചെയ്യരുത്? കയ്യാട്ടാൻ പോകരുത്. എനിക്ക് വിശപ്പ് മാറലുണ്ടോ? എന്നാ ഇനി പോകരുത്. പിന്നെ വകാലഹറ ഈ അയ്യകൂന ലഹു ശബ്ഉ യൗമിൻ ഔ ലൈല ഔ ലൈലത്തിൻ ഔ യൗമിൻ ലൈലത്തിൻ വയൗമിൻ, ഒന്ന് ഇങ്ങനെ പറഞ്ഞങ്ങനെ ശബ്ഉ യൗമിൻ, ഒരു ദിവസം തിന്നാനുള്ളതാ വിശപ്പ് മാറാനുള്ളത്, അല്ലെങ്കിൽ യൗമിൻ വലൈല, അല്ലെങ്കിൽ രാപ്പകൽ തിന്നാനുള്ളത്, വേറെ വേറെ ഇറക്കാനുള്ളത് ഉള്ളവനാണ് എന്ത്? യാചിക്കാൻ പറ്റാത്ത ആള്, യാചിക്കാൻ പറ്റാത്ത ഐശ്വര്യമുള്ള ആള്. وعن عطاء بن يسار عن رجل من بني أسد رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم മൻ സഅല മിൻകും, നിങ്ങൾ ആരെങ്കിലും യാചിക്കാൻ ഇറങ്ങിയാൽ, യസീലു വലഹു, എൻ്റെ കയ്യിലുണ്ട് ഊക്കിയ, ഊക്കിയത്തുൻ, ഊക്കിയുണ്ട്. ഊക്കിയാറിനതില്ലേ, ഒരു വെള്ളി നാണയത്തിൻ്റെ ആറിലൊരു ഭാഗത്തിനാണ് എന്താ പറയുക? ഒരു ഊക്കിയാറ്. ഔ അതിലുഹാല്, അതിനോട് സമാനമായതുണ്ട്. എന്നിട്ട് ഈ പരിപാടിക്ക് നിന്നാൽ ഫഖദ് സഅല ഇൽഹാഫാ, ഖുർആനിൽ പറഞ്ഞ ഇൽഹാഫൻ യാചിക്കുക എന്ന് പറഞ്ഞില്ലേ, ആ പരിപാടി ചെയ്തവനായി. അല്ലാതെ ഇൽഹാഫാണ് അല്ലേ? ജനങ്ങളോട് കീർത്തിച്ച് ചോദിച്ചാൽ തെരിങ്ങളെ തെരിങ്ങളെ എന്ന് പറഞ്ഞാണ്ട് ഇത് ഇൽഹാഫ് ചെയ്ത് ചോദിക്കരുത് ഖുർആൻ പറഞ്ഞില്ലേ, ആ പരിപാടി കാട്ടിയവനാണോ അവൻ. അബൂ ദാവൂദ വന്നസായിയോ വൻ ഹുബിഷി ബിനി ജുനാദ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മസ്അലത, നിശ്ചയമായിട്ടും യാചന, ലാ തഹില്ലു ലിഗനിയിൻ, സമ്പന്നന് ഹലാലല്ല, വലാ ദീ മിർറത്തിൻ സവിയിൻ, നല്ല ലെവലുള്ളതായിരിക്കുന്ന ആരോഗ്യമുള്ളവനിക്കും പറ്റൂല, ഇല്ലാ ലിദി ഫഖ്രിൻ മുദ്ഖിൻ ഔ ഉർമിൻ മുഫ്ളിഇൻ, ഒന്നുകിൽ അവൻ എല്ലാ ഇല്ലാ ലിദി ഫഖ്രിൻ മുദ്ഖിൻ, അവനെ മണ്ണിനോട് ചേർക്കുന്ന വിധം കഠിനമായിരിക്കുന്ന ദാരിദ്ര്യമുടയവൻ, ഔ ഖുർമിൻ മുഫ്ളിഇൻ, മാനം കെടുക്കുന്ന വിധത്തിലുള്ളതായ കടത്തിൽ കുടുങ്ങിയവൻ, ഈ രണ്ടവസ്ഥ ഉടയവനിക്കല്ലാതെ ഒഴികെ യാചിക്കാൻ പറ്റൂല. വമൻ സഅലന്നാസ, ആരെങ്കിലും ജനങ്ങളോട് യാചിക്കാൻ തിരിഞ്ഞാൽ, ലിയുസ്രിയ ബിഹി മാലഹു, അവൻ്റെ സമ്പത്തിനത് പെരുപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓൾറെഡി കുറച്ചുണ്ട്, നല്ലോണം ഉണ്ടായിക്കോട്ടെ, കയറൂലല്ലോ വിചാരിച്ചാണ്ട് പിന്നെയും അങ്ങനെയാണ് എങ്കിൽ കാന ഹുമൂഷം ഫീ വജീഹി യൗമൽ ഖിയാമ, യൗമിന്റെ നാളിൽ മുഖത്തെന്താണ്? ഒരു മുഖം കെടലാകുന്നതാണ്. തിന്നുന്ന തീക്കട്ടയുമാകുന്നതാണ് ജഹന്നമ, നരകത്തിൽ നിന്ന്. ഫമൻ ശാഅ ഫൽയഖില്ല, ആരെങ്കിലും തീക്കട്ട കുറച്ചുള്ളെങ്കിൽ കുറച്ച് മതിയെങ്കിൽ കുറച്ചാക്കിക്കോട്ടെ. ഫമൻ ശാഅ, ആരെങ്കിലും തീക്കട്ട കുറച്ച് കുറയണമെന്ന് പോയിട്ടുണ്ടെങ്കിൽ ത്യാഗന കുറച്ചോട്ടെ. ഫമൻ ശാഅ ഫൽയുക്സിർ, അല്ല തീക്കട്ട തോനമാണെങ്കിൽ എന്ത് ചെയ്തോട്ടെ? തോനയാക്കിക്കോട്ടെ. റവാഹു തിർമിദിയ്യു അൻ അൻസിൻ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരാൾ, അതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിയടുത്ത് വന്നു, യസ്അലു, ഇങ്ങനെ നബിയെ വല്ലതേക്കുക, ഫഖാല അമ്മ ഫീ ബൈതിക ഷൈഉൻ, അല്ല നിൻ്റെ പെരയിലെല്ലാം ഉണ്ടോ? കാലബല, അദ്ദേഹം പറഞ്ഞു ഉണ്ട് നബിയെ, ഹിൽസ് ഉണ്ട്. ഒരു ഹിൽസ് പറഞ്ഞാൽ പിന്നെ ഒരു നല്ലൊരു പുതപ്പ്, പിന്നെ നല്ലൊരു അടിപൊളി പുതപ്പുണ്ട് കാരണം. നെൽബ സുബാനല്ലഹു അനുബ് സുബാനല്ലഹു, അല്പം പുതക്കും അല്പം വിരിക്കും, അപ്പോൾ വലിപ്പണ്ട് മനസ്സിലായില്ലേ? വകഅബുൻ
ഒരു ചെരുപ്പും ഒരു ഒരു മുതിയടി. ആ കാബ് അതല്ല, ഒരു പാത്രമാണ്. നെഷറബു ഫീഹി മിനൽമായി, വെള്ളത്തിൽ നിന്ന് അതിൽ ഞങ്ങൾ കുടിക്കും. അങ്ങനത്തെ ആയിരിക്കുന്ന പേരുണ്ട്, ഒരു പാത്രവുമുണ്ട്. കാല എത്തിനി വീമാർ ഞാൻ കൊണ്ടുകൊണ്ടിരുന്നു, കരി പോയിട്ട് കൊണ്ടുവരാറുണ്ട്. ആ എനിക്ക് ഞാൻ പരിപാടി എന്താ പറഞ്ഞുതരാം, എന്താ കാട്ടേണ്ടത് കാണിച്ചു തരാറുണ്ട്. ആ ഫത്താഹു ബിഹിമാ, നിബിതങ്ങൾ എന്ത് ചെയ്ത് അയാളെ കൊണ്ടുവന്ന് ഫഹദുമാൻ രണ്ടോട് വാങ്ങി. റസൂലുള്ളാഹി റബിയതി തങ്ങൾ കയ്യിൽ വാങ്ങി. എന്നിട്ട് ലേലം വിളിയാണ്. എന്നിട്ട് ലേലം വിളിച്ചാണ്. എന്തൊക്കെ വരികൾ വെച്ച് രണ്ട് സാധനം രണ്ടോട് കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് ലേലം വിളി. ആ നോക്കുക. ആ മയ്യസ്ത്രീയാതേൻ രണ്ടെട്ടം മൂന്നെട്ടം മയ്യസ്ത്രീയാതേന് ഇതാ രണ്ടാരാ വാങ്ങാനുള്ള വെച്ച്. അപ്പോൾ കാലം ഒരാൾ പറഞ്ഞു അനാഹുമാബി ദിർഹമി എന്ന് പറഞ്ഞു. ഞാൻ ഒരു കള്ളി നാണയത്തിന് വാങ്ങാറുണ്ട് ഒരാൾ. കാല ഒമയ്യസീദ് അല ദിർഹമിൻ, ആരാ രണ്ടിനേക്കാൾ ഒരു ദിർഹമിനേക്കാൾ ഏറെ പറയാൻ ആരാ ഉള്ളത്? മറത്തീനിയോ രണ്ടോ മൂന്നോ വട്ടം പറഞ്ഞു. അങ്ങനെയല്ലേ ഏതാ വിളിച്ചത്? ഒരു ദിർഹം വരെ പറഞ്ഞു ഒരാൾ, അതിലേക്ക് ഏറെ തരാനുള്ള ആലോചിച്ചു. ആ ആ ഇത് ദിർഹമേനിയായിരുന്നു. ഞാൻ രണ്ട് ദിർഹം എടുക്കാറുണ്ട്. നല്ല കാര്യം വിളിയാ. ആ പാത്താവും അയ്യാവും രണ്ടും കൂടി അയക്കോട് കൊടുത്തു. രണ്ട് വലിയതാണ് തരാറുണ്ടപ്പോൾ അവൾ കൊടുത്തു. ആ പിന്നെ ഇങ്ങോട്ട് വാഹതല്ല ദിർഹമൈനി, എന്നാൽ രണ്ട് ദിർഹം കൂടി കാട്ടിയാൽ അവിടെ വാങ്ങി. വാങ്ങിയാണ്ട് വാത്താഹുമൽ അൻസാരി, ആ അൻസാരിക്ക് ആ രണ്ട് ദിർഹമാണ് കൊടുത്തു. കാല ഇസ്തരി ബിയാരിമാ ത്വാമൻ, പിന്നെ ഇങ്ങോട്ടേ ഈ ഒന്ന് എടുത്ത് കാണ്ട് പരീക്ക് എന്ത് വാങ്ങിക്കോ, പിന്നെ പച്ചക്കറിയും ഒരു പിന്നെ പലചരക്കും ജില്ലാനും ഒക്കെ പരീക്ക് വാങ്ങിക്കോ. ആ ഇങ്ങോട്ടേ ഫംബിദുഹു ഇലാഹി, പരി കൊണ്ടിട്ട് കൊടുത്തലാണ് ഓല തിന്നട്ടെ ആയിരുന്നു. വസ്തരിബിലാഹിരി, മറ്റേ നാണയം കൊണ്ട് പിന്നെ വാങ്ങിക്കോ. അതുഹാന് മഴു വാങ്ങിക്കോ. മഴു മനസ്സിലെ. ആ ഫഹത്തിനി ഫഹത്തിനി ബിഹിയാർ, ഇങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. ഫത്താഹു ബിഹി, പിന്നെ ഇങ്ങോട്ട് അത് അയാൾ പോയി ടൗണിലൊക്കെ പോയാണ്ട് ഒരു വാങ്ങിക്കൊടുത്തു, കൊണ്ടുവന്നു. പക്ഷെ ശബ്ദ ഫീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊദൻ ബിയദിഹി, നബിതങ്ങൾ അതിൽ അവിടുത്തെ സർവാട കൈകൊണ്ട് ഒരു കൊള്ളിയും വെച്ച് കെട്ടിയും കൊടുത്തു. ഈ വെട്ടാൻ വേണ്ടി എന്ത് വേണ്ടേ, മഴുകൊണ്ട് വെട്ടണമെങ്കിൽ ഒരു പുടി വേണ്ടേ. നബിതങ്ങൾ അവിടുത്തെ കൈകൊണ്ട് എന്തിട്ട് ഒരു പുടി ഇട്ട് കൊടുത്തു. ആ സുമ്മക്കാല ഇദ്ഹബ്, ഇനി പോ, ഫഹത്തത്തിപ്പ് പോയി കാട്ടു പോയി വിറകെട്ടിക്കോ, പബ്യ എടുവിക്ക്. പല അറിയന്നക്ക ഹംസത്ത് ആശ്രയം 15 ദിവസത്തിനാണ് കാണരുത് കാരണം എൻ്റെ ഈ കയ്യാട്ടാൻ വരല്. പോ ഇനി 15 ദിവസത്തിനാണ് ഈ വൈക്ക് കാണരുത് കാരണം. എങ്ങനെ അറിയല് ഇങ്ങനെ. ഇപ്പം താപർ റജുൽ എഹത്തത്തിപ്പു, ഇയാൾ പിന്നെ അതിൻ്റെ പരിപാടി വിറക് വെട്ടുക ഇങ്ങനെ. അപ്പം യബിയോ ഇടയിൽ വിൽക്കും. അങ്ങനെ വജാഅഹു, അദ്ദേഹം മുത്തരബി ഹദറത്തിൽ വന്നു. വഖദസാമ ആശറത ദറാഹിം, 10 ദിർഹം അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. ഫസ്തറാബി വാലിഹ സോബൻ വബി വാലിഹ ത്വആമൻ, ബാലുകൊണ്ട് വസ്ത്രവും ബാലുകൊണ്ട് ഭക്ഷണമൊക്കെ വാങ്ങി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ ഖൈറുൽ ലക്, ഇതാടോ നിനക്ക് ഖൈർ. മിന്നൻ തജി അൽ മസ്അലത, നീ യാചിക്കാൻ വരുന്നതിനേക്കാൾ. നുക്തതം ഫീ വജീക യൗമൽ ഖിയാമ അൻ തജിയൽ മസ്അലത്തു എന്ന് വെച്ചാൽ അൻ തജിയൽ മസ്അലത്തു, യാചന കൊണ്ടുവരുന്നതിനേക്കാൾ, നുക്തതം ഫീ വജീക, മുഖത്ത് ഒരു ബിന്ദു ഒരു പുള്ളി കൊണ്ടുവരുന്നതിനേക്കാൾ, യൗമൽ ഖിയാമ അന്ത്യനാളിൽ. ശരിയല്ലേ? പിന്നെ നിൽ മസലത്ത, നിശ്ചയമായി മസലത്ത മാനോ, ഈ യാചന എന്ന് പറഞ്ഞാൽ ലാ തസ്ലുഹു, നന്നാവൂലട്ടോ, ഇല്ലാലി സലാസത്തി, മൂന്നാൾക്കല്ലാതെ. ഏതാണ് ആ മൂന്നാള്? ലിദീ ഫഖ്രിൻ മുദ്ഖിഇൻ ഔ ലിദീ ഖുർമിൻ മുഫ്ളിഇൻ ഔ ലിദീ ദമിൻ മൂജിഇൻ. അത് പറഞ്ഞോട്ട് മുഫ്ളിഇൻ നേരത്തെ കഴിഞ്ഞില്ലേ. മണ്ണിനോട് ചേർക്കുന്ന വിധത്തിലുള്ളതായ അങ്ങേയറ്റത്തെ ശരീരമായ ദാരിദ്ര്യം, അതുപോലെ തന്നെ മനുഷ്യൻ മാനം കെടുത്ത് കുടുങ്ങിയതായിരിക്കുന്ന ഇത് പിന്നെ കടം, പിന്നെ വേദനിപ്പിക്കുന്ന രക്തമുടേതായിരിക്കുന്ന ആൾക്കും. റവാഹു അബൂ ദാവൂദ,
റവ്ഇബ്നു മാജ ഇലാ ഖൗലി യൗമൽ ഖിയാമ വരെ ഇബ്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫാനി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസാബതു ഫാഖത്തുൻ ആർക്ക് ദാരിദ്ര്യം സംഭവിച്ചാൽ ഫാൻസലഹാ ബിന്നാസി ദാരിദ്ര്യം ജനങ്ങളിലേക്ക് കൊണ്ട് ഇട്ട് കൊടുത്താൽ ഇറക്കി കൊടുത്താൽ ലം തസുദ്ദ ഫാഖത്തഹു അവന് ദാരിദ്ര്യത്തിന് അത് അടക്കൂല. വമൻ നസലഹാ ബില്ലാഹി തൻ്റെ വിഷമം അല്ലാഹുവിൽ ആരെങ്കിലും ഇറക്കി വെച്ചാൽ ഔഷക്കല്ലാഹു അല്ലാഹേക്കാം ലഹു അവനിക്ക് ബിൽ ഗിനാ ഐശ്വര്യം കൊണ്ടുപോയി കൊടുക്കുന്നവനായേക്കാം. ഇമ്മാ ബിമൗത്തിന്നാജിരി ഒന്നുകിൽ പെട്ടെന്ന് മരിച്ചിട്ടോ ഔഖിനന്നാജിരിൻ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഐശ്വര്യം കൊണ്ടോ അള്ളാഹു അവൻ ആവശ്യം തീർക്കുന്നവനായേക്കാം. റവാഹു അബൂ ദാവൂദ് വത്തിർമിദിയ്യു. അൽ ഫസ്ലു സാലിസു അൻ ഇബ്നിൽ ഫിറാസി റളിയല്ലാഹു അൻഹു ഇന്നൽ ഫിറാസിയ നിശ്ചയമായിട്ട് അന്നൽ ഫിറാസിയ കാല ഉപ്പ പറഞ്ഞു കുൽത്തു ഞാൻ ചോദിച്ചു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു അസ്അലു യാ റസൂലല്ലാഹ് അള്ളാഹിൻ്റെ റസൂലെ ഞാൻ യാചിക്കാൻ ഇറങ്ങിയാലോ? കാലൻ തങ്ങൾ പറഞ്ഞില്ല പറ്റൂല. വൈകുന്ത ലാബുദ്ധ നീ യാചിക്കല്ലാതെ പറ്റാതെ കുടുങ്ങിയിണെങ്കിൽ ഫസരി സ്വാലിഹീൻ ആരോട് ചോദിക്കാതെ സ്വാലിഹീൻ എടുത്തിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. റവാഹു അബൂ ദാവൂദ് നസായി. അപ്പോൾ യാചകൻ യാചിക്കുമ്പോഴും ആരോട് യാചിക്കണം? പള്ളിയിൽ ഉസ്താദിനോടൊക്കെ വന്നിട്ട് ചോദിച്ചാൽ ചോദിച്ചാണെങ്കിൽ സ്വാലിഹീങ്ങൾ പറഞ്ഞാൽ നല്ല മനുഷ്യന്മാർ അർത്ഥം ഇത് അവിടെ നമ്മളൊക്കെ സാലിഹാക്കട്ടെ. എന്നിട്ട് ഇങ്ങോട്ട് പിന്നെ വായിച്ചു തന്നാൽ وعن ابن سعيد رضي الله عنه أنه قال استعملني عمر എന്നോട് ഉമർ റളിയല്ലാഹു അൻഹു എന്നെ ഉമർ റളിയല്ലാഹു അൻഹു പണിക്കാരനാക്കി എൻ്റെ സദഖത്തി സക്കാത്തിൻ്റെ മേലിൽ ഫലമ്മാ ഫറഗ്തു മിന്നാ അതിൽ നിന്ന് ഞാൻ വിരമിച്ചപ്പോൾ ഫദ്ദൈതുഹാ ഇലൈഹി ഒക്കെ ഉമർ എടുത്തുകൊണ്ട് ഇങ്ങാണ്ട് ഞാൻ വീട്ടിയപ്പോൾ അമറനി എനിക്ക് മുമ്പ് കൽപ്പിച്ചു ബഹുമാലത്തിൻ ഒരു കൂലി ഉണ്ടല്ലോ പണിക്കൊരു കൂലി ഉണ്ടാവുമല്ലേ ആ എടുത്തു കൊടുത്താണ് മൂപ്പർക്ക് എത്ര കൂലി എടുത്തു കൊടുത്താണ് ഞാൻ പറഞ്ഞു. ഫഖുൽതു ഞാൻ പറഞ്ഞു ഇന്നമാ അമിൽതു ലില്ലാഹ് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് പണിയെടുത്തത്. വജ്രി അലല്ലാഹി എൻ്റെ കൂലി അള്ളാഹിൻ്റെ മേലിനാണ്. കാല അപ്പോൾ ഉമർ എന്നവർ പറഞ്ഞു ഹുദ്മാ ഉഅ്തീത നിനക്ക് തന്നത് നീ വാങ്ങിക്കോ. ഫഇന്നീ ഖദ് അമിൽതു അലാ അഹ്ദി റസൂലില്ലാഹ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇങ്ങനെ പണി ഞാൻ എടുത്തിരുന്നു. ഫഅമ്മലനി തങ്ങൾക്ക് കൂലി തന്നിരുന്നു ഉമാലത്ത് തന്നിരുന്നു. ഫഖുൽതു അന്ന് ഞാനും പറഞ്ഞിരുന്നു മിഥലക വിൽക്ക താങ്കൾ പറഞ്ഞ പോലെ അന്ന് മുത്തരവരോട് ഞാനും പറഞ്ഞിരുന്നു. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞത് ഇദാ ഉഅ്തീത ശൈഅൻ മിൻ ഗൈരി അൻ തസ്അലഹു യാചിക്കാതെ നിനക്ക് വല്ലതും ചോദിക്കാതെ നീ നൽകപ്പെട്ടതാണെങ്കിൽ ഫകുൽ അത് നീ കഴിച്ചോ വതസദ്ദഖ് നീ വാണ്ടയ്ക്ക് സദഖ ചെയ്തോ. നാണയ്ക്ക് തിന്നോ വാണ്ടയ്ക്ക് വേറെ കൊടുത്തല്ല വാങ്ങണേന് കുഴപ്പമില്ല. റവാഹു അബൂ ദാവൂദ വൻ അലിയിൻ അന്നഹു സമിയ യൗമ അറഫത അലി എന്നവർ ഒരാളെ കണ്ടു അറഫ ദിവസം കേട്ടു റജുലിനെ യസ്അലുന്നാസ ജനങ്ങളോട് യാചിക്കുന്നത് അറഫൻ്റെ ദിവസം. അറഫ ദിവസം ജനങ്ങളോട് അള്ളാഹിനോട് കണ്ണീരോട് ചോദിക്കേണ്ട ദിവസം ഇയാൾക്കെന്താ പണി? യാചിക്കാൻ. കാല അഫി ഹാദൽ യൗമി ഇന്ത് ഈ ദിവസമാണടോ ഓ ഫി ഹാദൽ മക്കാനി ഇവിടെ വന്നുകാണ്ടാണടോ തസ്അലുമിൻ ഗൈരില്ല അല്ലല്ലാത്തവരോട് ചോദിക്കുന്നത്. ഈ ദിവസം ഈ സ്ഥലത്ത് വെച്ച് അല്ലല്ലാത്തവരോട് ചോദിക്കാനടോ ഈ അല്ലേ? ആ സമയത്ത് ജനങ്ങൾ കണ്ണീരൊഴുക്കണ അറഫാ ദിവസത്തിൽ ഏറ്റവും ഉത്തരം കിട്ടുന്ന ദിവസം ഒറ്റിട്ടുന്ന ദിവസം അറഫാ ദിവസം അറഫായിൽ വെച്ചിങ്ങാണ്ട് ഇയാൾ എടാ പ്ലീസ് ഇതാ പണി ആ ഇങ്ങോട്ട് ചാട്ടവാറുകൊണ്ട് ഒരൊറ്റ അടിയാണ് കൊടുത്ത് ചാട്ടവാറുകൊണ്ട് അടിയാണ് കൊടുത്തു. പിന്നെ وعن عمر رضي الله عنه أنه قال تعلمن أيها الناس ജനങ്ങളെ നിങ്ങൾ അറിയണം അന്നത്തമഅ ഫഖ്റുൻ ഇനിയും കിട്ടണം എന്നുള്ള പൂതിണ്ടല്ലോ അതെൻ്റെ ദാരിദ്ര്യമാണ്. ഇങ്ങനെ കിട്ടണോടത്ത് ഇങ്ങനെ പോയി കണ്ട് വെള്ളം ചൂളിയും പാളി ഇങ്ങനെ നിൽക്കുമല്ലോ കിട്ടിയാൽ കണ്ടറിഞ്ഞ് തന്നെങ്കിൽ വിചാരിച്ചു കണ്ടുള്ള അതന്നെ ഒരു തൊമആണ് പിന്നെ അതൊരു ഫഖ്റാണ്. പിന്നെ വൈന്നൽ ഇയാസഗിനൻ ആശമുറിയലാണ് ഐശ്വര്യം. പാണ്ടാന്ന് കൽപ്പോട് ബോധിക്കണതാണ് ഐശ്വര്യം.
വൈനൽ മർഇദായ ഇസാൻ ഷൈഇൻ ഒരു മനുഷ്യൻ്റെ ഒരു ഷൈഇനെ തൊട്ട് ആശ മുറിഞ്ഞാൽ ഇസ്തഗ്ന അൻഹു അല്ലാഹു അവനത്തിന് ആവശ്യമില്ലാത്തവനാക്കി മാറ്റും. വേണ്ടാന്ന് വെച്ചാൽ അള്ളാഹു വേണ്ടാത്തവനാക്കി മാറ്റും. റവാഹു റസീൻ വൻ സൗബാൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യക്ഫുല്ലി എനിക്കാരെങ്കിലും വാക്ക് തരാൻ തയ്യാറായാൽ അനിശ്ചയം കാര്യം ലാ യസലുന്നാസ് ഷൈആ ഒരാളൊന്നും യാചിക്കാൻ പോകൂല. എനിക്ക് ആർക്കെങ്കിലും ജാമ്യം നിന്നാൻ തന്നാൽ എനിക്ക് വാക്ക് തന്നാൽ അത്തക്കഫലു ലഹു ബിൽ ജന്ന ഓന് ഞാൻ സ്വർഗം കൊടുക്കാം, ഞാനും വാക്ക് കൊടുക്കാം. പിന്നെ ഫഖാല സൗബാൻ അനാ ഞാൻ റെഡിയാണ്. ആര്? സൗബാൻ റളിയല്ലാഹു അൻഹു ഞാൻ റെഡിയാണ് പറഞ്ഞു. ഫക്കാന ഈ സൗബാൻ എന്നവർ മരണം വരെ പിന്നെയായി ലാ യസ്അലു അഹദൻ ഷൈആ ഒരാളോട് ഒരു സാധനം ചോദിക്കൂലായിരുന്നു. റവാഹു അബൂ ദാവൂദ് വന്നസായിയൂ. ശരി, ഒരു മനുഷ്യനോട് ഒരു സാധനം ചോദിച്ചില്ല. പ്ലീസ് തന്നെ. വൻ നബി റളിയല്ലാഹു അൻഹു ഖാല ദാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു റസൂലിനെ വിളിച്ചു. എൻ്റെ മേൽ നിബന്ധന വെക്കുകയാണ്. എന്തൊക്കെ നിബന്ധന വെച്ചത്? അല്ലാ തസ്അലന്നാസ തസ്അലുന്നാസ ഷൈആ നിശ്ചയമായിട്ടും കാര്യം ലാ തസ്അലുന്നാസ ഷൈആ അലി ലാ തസ്അലിന്നാസ ഷൈആ ഒരാളോട് ഒരു സാധനം നീ ചോദിക്കരുത്. ഒരു മനുഷ്യനോടും ഒരു സാധനം ചോദിക്കരുത്. ആയിക്കോട്ടെ, ഓക്കെ. ആരാ പറഞ്ഞ? അബൂ ദർ റളിയല്ലാഹു അൻഹു. ഒരു സാഹിദാണ്. സുഹുദ് ഒറിജിനൽ സുഹുദ് കൽബിൽ ഇറങ്ങിയ മനുഷ്യനാണ് ആര്? അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. മൂപ്പര് പറയാ കാല റിപ്പോർട്ടർ പറയാണ് വലാ സൗത്തക്കം പറഞ്ഞത് വലാ സൗത്തക്കൈൻ സക്കത്ത മിങ്കാ ചാട്ടവാറ് വരെ നീ ചോദിക്കരുത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയാൽ ഇറങ്ങിയിട്ട് നീ തന്നെ എടുക്കുന്നത് വരെ. റവാഹു അഹ്മദൂൻ. ഒരു മനുഷ്യനാണോ ചോദിക്കരുത്. ഇജ്ജ് ഒട്ടപ്പുറത്താണ് കയറിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഏത് ചാടി ചാട്ടവാർ കീഴ്പ്പെട്ടവൻ ചാടിയാൽ ഇജ്ജ് അത് ഇറങ്ങി എടുക്കല്ലാതെ അത് നിർത്തി അട്ടിക്കാൻ എന്ത് ചെയ്യരുത്? കളയരുത്. റവാഹു അഹ്മദൂൻ.